ശരിക്കാ പാട്ടില്ലേ, അതിങ്ങനെ ഒരു ക്രിസ്തീയ ഭക്തിയാനാക്കി കഴിഞ്ഞാൽ വെൺവിളി നായക വെൺവിളി നായക. KGF വളരെ ഹിറ്റായിട്ടുള്ളൊരു ചോദ്യമുണ്ട്, നിങ്ങളുടെ ഹീറോ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത്. അതിനുള്ള മറുപടിയായിട്ട് ഉച്ചയ്ക്ക് എല്ലാവരെയും പാപ്പം കഴിക്കാൻ വിളിച്ചപ്പോൾ മുണ്ടും മടക്കി കുത്തി പോകുന്ന കണ്ടു എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് തഗ് ലൈഫ് അവസാനിക്കുന്നത്. മണിരത്നവും കമലഹാസനും കൂടി തിരക്കഥ എഴുതി മണിരത്നം ഒറ്റയ്ക്ക് സംവിധാനം ചെയ്തു നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു കൂട്ടുകാരും ബന്ധുക്കളും എല്ലാവരും കൂടി ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമയാണ് തഗ് ലൈഫ്. രവി കെ ചന്ദ്രന്റെ സിനിമാറ്റോഗ്രഫി, ശ്രീകർ പ്രസാദിന്റെ എഡിറ്റിംഗ്, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട AR റഹ്മാന്റെ സംഗീതം, ഇത്രയൊക്കെയാണ് ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ളത്. പിന്നെ ഒരു വലിയ താരനിര ഈ സിനിമയിലുണ്ട്. നമുക്ക് പോകെ പോകെ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഈ സിനിമയുടെ കഥയുടെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിക്കിപീഡിയ കയറി നോക്കിയാൽ കംപ്ലീറ്റ് കഥയുണ്ട്. പക്ഷേ വിക്കിപീഡിയയിലൊന്നും കയറി നോക്കേണ്ട കാര്യമില്ല. നമ്മൾ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ആവർത്തിച്ച് ഒരുപാട് കണ്ടിട്ടുള്ള, മലയാള സിനിമയുടെ കാര്യം മാത്രം എടുത്ത് നോക്കിയാൽ തന്നെ ആവർത്തിച്ച് ഒരുപാട് കണ്ടിട്ടുള്ള ഒരു കഥയുണ്ട്. നമ്മുടെ നായകനെ കൊക്കയിൽ നിന്ന് ആരോ തള്ളി താഴെ ഇടുന്നു. പക്ഷേ നായകൻ മരിച്ചു എന്ന് പറഞ്ഞാൽ വില്ലന്മാരൊക്കെ പോകുമല്ലോ, നായകൻ മരിക്കൂല. ഈ പുള്ളി അവിടെ ഇവിടെ ഓരോ കൊമ്പിലും കമ്പിലും ഒക്കെ തട്ടി അവസാനം ചിലപ്പോൾ പുഴയുടെ അരികത്തൊക്കെ വീണ് കിടപ്പുണ്ടാവും. അയാളെ കുറച്ച് ആദിവാസികളായിരിക്കും കണ്ടെത്തുക. അതിനുശേഷം മൂപ്പൻ്റെ കുടി കൊണ്ടുപോയി ഇദ്ദേഹത്തിനെ കംപ്ലീറ്റ് ചികിത്സയൊക്കെ ചെയ്ത് ഭേദമാക്കി പഴയതിനേക്കാൾ ഊർജ്ജസ്വലനും വളരെ അക്രമകാരിയുമായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയുള്ള സിനിമകളൊക്കെ പണ്ട് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ഈ കൊക്കകളുടെയൊക്കെ അടിവാരത്ത് താമസിക്കുന്ന ആളുകളാണ്, ഇങ്ങനെ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ജീവിക്കുന്നതെന്നാണ്. ആ തെറ്റിദ്ധാരണയൊക്കെ മാറി കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി വരാൻ ഒരുപാട് കാലം എടുത്തു. ആ പരിതാപ കാലഘട്ടത്തിലെ കഥകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കഥ തന്നെയാണ് ഈ സിനിമയ്ക്കും അവകാശപ്പെടാനുള്ളത്. നത്തിങ് മോർ നത്തിങ് ലെസ് എന്ന് പറയുന്ന പോലെയാണ്. സിനിമയുടെ ക്ലൈമാക്സ് ട്വിസ്റ്റിനെയൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ട് ജയനും ജയഭാരതിയും ഒക്കെ ആണെങ്കിൽ എൻ്റെ പൊന്നണ്ട അതൊക്കെ പറഞ്ഞ് അവർ കരയുന്ന അങ്ങനത്തെ സീനൊക്കെയാണ് ഓർമ്മ വന്നത്. പാവ ഐശ്വര്യലക്ഷ്മിയൊക്കെ വളരെയധികം കഷ്ടപ്പെട്ട് അഭിനയിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടിട്ടുള്ളതാണ്. സിനിമയുടെ പോസിറ്റീവ്സിൽ കിടക്കാനാണെങ്കിൽ ഒന്നാമത്തെ പോസിറ്റീവ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, അത് അഭിനന്ദിച്ചേ പറ്റുള്ളൂ. മലയാളമായി തമിഴ് സിനിമയിൽ കാണാൻ പറ്റി എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഭയങ്കര ആശ്വാസമായിരുന്നു. സിനിമയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ജലജ ആണെന്നാണ് എൻ്റെ വിശ്വാസം. നടി ജലജ, അവരെക്കുറിച്ച് അറിയില്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കണം കേട്ടോ. അതിഗംഭീര ഒരു ആർട്ടിസ്റ്റാണ് പുള്ളിക്കാരി, ഒരു ജഡ്ജോ മറ്റോ ആണ്. അപ്പോൾ അവർ മലയാളത്തിൽ സംസാരിക്കുന്നു. അതുപോലെ തന്നെ ജോർജ് മലയാളത്തിൽ അവിടെ ഇവിടെയായിട്ട് സംസാരിക്കുന്നുണ്ട്. അത് ഈ മലയാളം അറിയാവുന്നവർ തന്നെ പറയുന്നതിൻ്റെ ഒരു വൃത്തി ആ സിനിമ കാണുന്ന സമയത്തുണ്ട്. അത് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. രണ്ടാമത്തെ പോസിറ്റീവ് കമലഹാസൻ. അത് കമലഹാസനും സിംബു ഒക്കെ ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് സഹിച്ചിരിക്കാൻ പറ്റിയത്. സിനിമയുടെ പ്രധാനപ്പെട്ട ഫൈറ്റ് രംഗങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിലും സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മണിരത്നമൊക്കെ പണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സിനിമ ഒരു റീവാച്ച് ചെയ്യല്ല എന്ന് ബോധിപ്പിക്കുന്ന തരത്തിൽ ടെക്നിക്കലിയൊക്കെ മികച്ചു നിൽക്കുന്നുണ്ടെങ്കിലും കഥയിലും കഥാപാത്രങ്ങളിലൊന്നും ആ മാറ്റമില്ല. പക്ഷേ ഇവരെ ഇങ്ങനെ സ്ക്രീനിൽ കാണുമ്പോഴുള്ള ഒരു സുഖമുണ്ട്. കമലഹാസൻ ഡയലോഗ് പറയുമ്പോൾ, പ്രത്യേകിച്ച് കമലഹാസൻ്റെ ഈ ഏജ് കുറച്ചിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്, അതൊരു നല്ല വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ഗംഭീര കയ്യടി കൊടുക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഈ ഒരു വിഷ്വൽ സൈഡിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും എന്ന് വെച്ചാൽ എല്ലാവരും വലിയൊരു കയ്യടി അർഹിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രകടനവും അതുപോലെ തന്നെ വളരെ രസമായിട്ടാണ് പോകുന്നത്. പുള്ളീനെ ഇങ്ങനെ കാണാനൊരു രസമാണ്. സിംബു രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുമ്പോൾ സം റാൻഡം ഡൂഡ് എന്തോ ചെയ്യുന്നു എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും അതിലില്ല. നാസർ ആസ് യൂഷ്വൽ അദ്ദേഹം ഇതിനു മുമ്പ് എത്രയോ തവണ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളെ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അത് പുള്ളിയുടെ മാത്രം മിസ്റ്റേക്ക് അല്ല, എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. പുള്ളി അത് അതിൻ്റെതായിട്ടുള്ള രസത്തിൽ ചെയ്തിട്ടുണ്ട്. ജോജുവിൻ്റെ 1-2 ഹീറോയിക് മൊമെൻറ്റ്സ് ഉണ്ട്, അത് ഭയങ്കര രസമായിരുന്നു. അത് ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു. ബാബുരാജ് ഒരു നല്ല വേഷം പുള്ളിക്ക് കിട്ടി, നല്ല രസമായിട്ട് തന്നെ പുള്ളി അത് ചെയ്തിട്ടുണ്ട്. ഐശ്വര്യലക്ഷ്മി, ഞാനിങ്ങനെ മലയാളികളുടെ പേരിങ്ങനെ പറഞ്ഞു പോകുന്നു എന്നുള്ളതുകൊണ്ട് ഇതിൽ മലയാളികൾ മാത്രമുള്ളൂ എന്ന് വിചാരിക്കരുത്. ഐശ്വര്യലക്ഷ്മി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഉള്ള സ്ക്രീൻ സ്പേസിനേക്കാൾ കൂടുതൽ ഈ സിനിമയിൽ പ്രാവുകൾക്ക് സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഒരു ഫൈറ്റ് രംഗത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറുകൾ തലങ്ങും വിലങ്ങും പായുമ്പോൾ പ്രാവ് പറക്കുന്നു, അതങ്ങനെ. അഭിരാമി വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അവരുടെ 2 ഫേസ് നമ്മൾ കാണുന്നുണ്ട്. അത് രണ്ടും അവർ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അശോക് സെൽവൻ ഒരു പോലീസുകാരനായിട്ട് ഇങ്ങനെ നിൽക്കാം, യെസ് സർ ഗോ സാർ എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ ഭയങ്കരമായ പ്ലാനൊക്കെ ചെയ്യാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഡയലോഗുകൾ പറയാമെന്നുള്ളതാണ് പുള്ളിക്ക് ചെയ്യാനുള്ളത്. പുള്ളി അത് രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പെർഫോമൻസ് സൈഡിൽ നമുക്ക് മോശം പറയാൻ ആരും തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ തൃഷയുടെ ക്യാരക്ടർ, എനിക്ക് ഒന്നാ ക്യാരക്ടർ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രീതി, പിന്നെ തൃഷ ചെയ്തു വെച്ചിരിക്കുന്നത്, തൃഷ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ബാക്കി ഈ മ്യൂസിക് വെച്ചിട്ടും ഒക്കെ നമ്മളങ്ങ് ഊഹിച്ചെടുത്തോണം എന്ന് പറയുന്ന പോലെയാണ്. പുള്ളിക്കാരുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവങ്ങളൊന്നും വരുന്നില്ല. അത് ഇതിനു മുമ്പുള്ള സിനിമയിലും നമ്മൾ വിമർശനാത്മകമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരുടെ ആരാധകർ സമ്മതിക്കുന്നില്ല. അവരിതൊന്നും മനസ്സിലാക്കിയാൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴുള്ള ഒരു ഭയങ്കര ബ്രോക്കൺ ആയിട്ടുള്ള ഫീലൊക്കെ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ഇത്രയൊക്കെ അഭിനയിക്കുള്ളൂ, നിങ്ങൾ ആവശ്യമുള്ള എടുത്തോളൂ എന്നുള്ളൊരു ഭാവം എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ പറയേണ്ടത് മ്യൂസിക്കാണ്. AR റഹ്മാൻ അർമാദിച്ചിട്ടുണ്ട്. സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ. ആദ്യമൊക്കെ
നമുക്കത് ഭയങ്കര രസമായിരുന്നു. അതായത് ആ സീൻ ഇങ്ങനെ എലിവേറ്റ് ചെയ്ത് വെക്കുകയാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ലാത്ത സീനാണ്, പക്ഷേ അതിങ്ങനെ എലിവേറ്റ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ നമുക്ക് കുറേയും കൂടി ആ സീൻ എന്തോ ഉണ്ടെന്നൊക്കെ തോന്നും. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഇത് മറ്റേ ഡിസ്നിയുടെ പടമൊക്കെ പോലെ ഇരുന്ന് പാടുകയാണ്. മ്യൂസിക് മോശമായെന്നല്ല, ആ മ്യൂസിക് മാത്രമേ അവിടെ ഉള്ളൂ. ഈ പറയുന്ന ഒരു ഇമോഷണൽ കണക്റ്റോ അല്ലെങ്കിൽ ഒരു മാസ് എലമെൻറ്റ് നമ്മൾ കാണുന്നു എന്നുള്ള ഫീലോ അങ്ങനെ ഒന്നുമില്ല. പാടി ഇങ്ങനെ പോവുക. പിന്നെ പറയേണ്ടത് ഫൈറ്റ് രംഗങ്ങളാണ്. ഞാൻ വീണ്ടും പറയുന്നത് കമലഹാസൻ ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് ഈ സിനിമയിലെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കിത് കോമഡി ആയിട്ട് തോന്നും. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാരായിട്ട് കയറി ഇരുന്ന് കമൻ്റ് അടിച്ച് ചിരിച്ച് കാണാനുള്ള സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ അത് കമലഹാസൻ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ ആ ഒരു ഫൈറ്റും ഈ ഏജിലും ആ മെയ് വഴക്കം, ഈവൻ റോപ്പിട്ട് ചെയ്യുന്ന ആക്ഷൻ സീനാണെന്ന് നമുക്ക് തോന്നിയാൽ പോലും അതിൽ പുള്ളിയുടെ ഒരു സാധനമുണ്ട്. അത് ഭയങ്കര രസമാണ്. ടിപ്പിക്കൽ കത്തി സാധനങ്ങളാണ്, പക്ഷേ ഇറ്റ് വാസ് ഗുഡ്. പിന്നെ ഇതിൻ്റെ ടോട്ടൽ ഓഡിയോ വിഷ്വൽ ട്രീറ്റ്മെൻറ്റ്, ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡിൽ നമ്മൾ നോക്കാനാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരുപാട് മോശം പറയാനൊന്നുമില്ല. പിന്നെ മണിരത്നത്തിൻ്റെ വിഷ്വലുള്ള സ്ഥിരം പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ബാക്കിൽ നിന്ന് ലൈറ്റ് വന്നിങ്ങനെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വിഷ്വൽ നല്ല രസമാണ്. പിന്നെ വളരെ കുറച്ച് സമയത്ത് മാത്രം ഇവിടെ തൊട്ട് പടം മാറാൻ പോകണം വേറെ ലെവലാണ് എന്നുള്ള ഫീല് തരുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഫീല് തരൽ മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ലായിരുന്നു. നെഗറ്റീവ്സിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ നെഗറ്റീവ് പ്രെഡിക്റ്റബിലിറ്റിയുടെ പെരുന്നാളാണ് ഈ പടം എന്നുള്ളതാണ്. ഈ ട്രെയിലർ കണ്ടിട്ടുള്ള ഏതൊരാൾക്കും ഊഹിക്കാൻ പറ്റുന്ന, പഴയ കുറേ സിനിമകളൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഈ സിനിമയിൽ സംഭവിക്കുന്നുള്ളൂ. പുതുതായിട്ട് ഒരു ട്വിസ്റ്റോ ടേണോ സിനിമയിൽ ഉണ്ടാകുന്നില്ല. ഒരു പക്ഷേ നിങ്ങൾ ഈ പഴയ പടങ്ങളൊന്നും കണ്ടിട്ടില്ല എന്ന് വിചാരിക്കും. ഇപ്പോൾ പ്രേം നസീർ ജയൻ കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള ഹിറ്റായിട്ടുള്ള സിനിമകൾ പോലും കണ്ടിട്ടില്ലാത്ത, മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും സോമൻ, സുകുമാരൻ ഇവരൊക്കെ താരങ്ങളായി നിന്നിരുന്ന, ലീഡ് ആർട്ടിസ്റ്റുകളായി നിന്നിരുന്ന ഒരു സമയമൊക്കെ ഉണ്ട്. ആ സമയത്തുള്ള സിനിമകളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിത് ഭയങ്കര ക്ലാസിക് പരിപാടിയായിട്ട് തോന്നും. കാര്യം പഴയ ക്ലാസിക് പടങ്ങളുള്ള പരിപാടികൾ മാത്രമേ ഈ സിനിമയിലുള്ളൂ. അപ്പോൾ അങ്ങനെ പഴയ പടങ്ങളൊന്നും കാണാത്തവർക്ക് ഇത് സംഭവമായിരിക്കും. പക്ഷേ അങ്ങനെ അല്ലാത്ത ആളുകൾക്ക് ഇത് തന്നെ ഇനിയും ചെയ്യാൻ പോകുന്നത് എന്ന് തിരിച്ച് ചോദിക്കാൻ തോന്നുന്ന സംഭവമാണ്. മറ്റൊരു പ്രധാന പ്രശ്നം എനിക്ക് ഭയങ്കര കല്ലുകടിയായിട്ട് തോന്നിയത് ഈ കമൽഹാസൻ തൃഷ കോമ്പിനേഷൻ അവർ വർക്ക് ചെയ്തിരിക്കുന്നതാണ്. അവരുടെ റിലേഷൻഷിപ്പ് അതെന്താണെന്നൊക്കെ ഉള്ളത്. ഇതിൻ്റെ ട്രെയിലറൊക്കെ വന്ന സമയത്ത് ഒരുപാട് വിമർശനം ഉണ്ടായിരുന്നു. കമൽഹാസനും തൃഷയും അവരുടെ ഏജ് ഡിഫറൻസ് വെച്ചിട്ട് ഇത്രയും ചെറിയ പ്രായത്തിന് ഇത്രയും ഇളയ ആളുമായിട്ട് റൊമാൻസ് ഓൺ സ്ക്രീൻ ചെയ്യാൻ ഇയാൾക്ക് നാണമില്ലെന്നൊക്കെ ചോദിച്ച് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. എനിക്കതിലൊന്നും പ്രത്യേകിച്ച് തോന്നിയിട്ടില്ല. അതൊരു ക്യാരക്ടർ അയാൾ സ്ക്രീനിൽ ചെയ്യാണ്, അല്ലാതെ തൃഷയായിട്ട് പ്രേമിച്ച് നടക്കുക എന്നുള്ളതൊന്നുമല്ലല്ലോ. ഈവൻ അതാണെങ്കിൽ പോലും അത് അവരുടെ പേഴ്സണൽ ലൈഫും പേഴ്സണൽ ഇഷ്ടമാണ്. അത് സിനിമയിൽ വന്നതിന് ശേഷമല്ലേ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്. എനിക്കിതിൽ പ്രശ്നമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് തൃഷയുടെ പെർഫോമൻസ് വൻ ശോകമായിരുന്നു. രണ്ട്, ഇവർക്കിടയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. കമൽഹാസൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഓൾറെഡി കല്യാണം കഴിച്ച്, ഇപ്പം അഭിരാമിയുടെ ക്യാരക്ടർ അവരുമായിട്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ജീവിക്കുകയാണ്. അയാൾ അവിടെ വളരെ ഹാപ്പിയാണ്. പക്ഷേ സൈഡിൽ തൃഷയുടെ ക്യാരക്ടറുണ്ട്. ഇടയ്ക്ക് അവരുടെ വീട്ടിൽ പോയി നിൽക്കുന്നു. അവിടുന്ന് തിരിച്ചു വരുമ്പോഴേക്കും അഭിരാമിയുടെ ക്യാരക്ടർ വഴക്കുണ്ടാക്കുന്നുണ്ട്. അവർക്കത് ഇഷ്ടമല്ല. നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ മാരിറ്റലോ അല്ലെങ്കിൽ എക്സ്ട്രാ റിലേഷൻഷിപ്പ് പരിപാടികളൊക്കെ വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ ആ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയിട്ടുള്ള മറ്റൊരു വ്യക്തിയും കൂടിയുണ്ട്. അയാൾക്ക് അയാളുടേതായ പ്രിഫറൻസുകൾ കൂടിയുണ്ട്. അതിനെയും കൂടി റെസ്പെക്റ്റ് ചെയ്യാതെ ഈ ഭാര്യ വന്നിട്ട് നിങ്ങൾ അവിടെ നിന്നാണല്ലോ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ അതങ്ങ് ക്ഷമിക്കേ. ഇപ്പോൾ ഒരു മനുഷ്യനാകുമ്പോൾ ഷുഗറും പ്രഷറും ഒക്കെ വരൂലേ, അതുപോലെ ഒരു രോഗമായിട്ട് ഇതിനെ കണ്ടാൽ പോരെ എന്നൊക്കെ ന്യായീകരിച്ചും എഴുതുന്ന അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ആ ക്യാരക്ടേഴ്സിന് ഓക്കെ ആയിരിക്കും. പക്ഷേ ഇഷ്ടമല്ലാത്തൊരു കാര്യം തൻ്റെ പാർട്ട്ണർ ചെയ്യുന്നു എന്നറിഞ്ഞ് വേദനിച്ച് പിന്നെ ഇയാൾക്ക് വിഷമാവുമല്ലോ എന്ന് വിചാരിച്ച് സ്നേഹിക്കേണ്ടി വരുന്ന അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് പരിപാടി അതിൽ കാണിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര ബോറായിട്ട് തോന്നി. നമുക്ക് വേണമെങ്കിൽ 2016 എന്ന് പറയുന്ന കാലഘട്ടത്തിനൊക്കെ എടുത്തു വെച്ചിട്ട് വേണമെങ്കിൽ ന്യായീകരിക്കാനൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ ഈ സിനിമയിൽ അത് കാണിച്ചു വെച്ചിരിക്കുന്ന എന്തോ പുനിതമായ സാധനമൊക്കെ ആയിട്ടാണ്. നമ്മളൊരാളുമായിട്ടൊരു സ്നേഹബന്ധത്തിലിരിക്കുന്ന സമയത്ത് അയാളുടെ പ്രിഫറൻസുകൾ കൂടി നോക്കണം. അല്ലെങ്കിൽ പിന്നെ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്ത് നിങ്ങൾക്ക് തോന്നിയ പോലെ ജീവിക്കാം. മറ്റൊരു നെഗറ്റീവായിട്ട് തോന്നിയത് സിനിമയുടെ ലെങ്ത്താണ്. പ്രത്യേകിച്ച് ഒന്നും ഓഫർ ചെയ്യാനില്ലാത്ത ഈ സിനിമ ഇങ്ങനെ കിടക്കുകയാണ്, പാരാവാരം പോലെ തീരണല്ലെന്നേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടിക്കൊക്കെ ചെല്ലുന്ന സമയത്ത് കുറച്ച് അങ്കിൾമാർ വട്ടം കൂടിയിരുന്ന അവർ പണ്ട് ചെയ്ത വീരസാഹസിക കൃതികളൊക്കെ ചിലർ നന്നായിട്ട് പറയും, നമുക്ക് കേട്ടിരിക്കാനൊരു രസമൊക്കെ തോന്നും. പക്ഷേ ഇത് എൻ്റെ പൊന്ന് നിങ്ങളെ കേട്ട് മടുത്താണ് എന്ന് പറയുമ്പോഴവർ നീ ഇരിയടാ നീ കേട്ടിട്ട് പോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്നേഹമുള്ളതുകൊണ്ട് മാത്രം നമ്മൾ കടിച്ചു പിടിച്ചിരുന്ന് കാണാമെന്ന് പറയില്ലേ എന്ന് പറയുന്ന പോലത്തെ ഒരു കഥ പറച്ചിൽ മാത്രമായിട്ടാണ് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തത്. മാത്രമല്ല ഇതൊക്കെ തന്നെയല്ലേ നിങ്ങൾ ചെക്കച്ചവന്ത വാനത്തിലും ചെയ്തിരിക്കുന്നത് എന്ന് മണിരത്നത്തിനോട് ചോദിക്കാൻ തോന്നിപ്പോവാണ്. അവൻ ഇവനെ വെടിവെക്കുന്നു, ഇവൻ അവനെ വെടിവെക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കെ വെടിവെക്കുന്നു. അവസാനമാകുമ്പോൾ പോലീസുകാർ മിച്ചം വരുന്നു. എന്താ പറയുക, ആ സിനിമയിലെ ഒരു ക്യാരക്ടർ പറയുന്ന പോലെ കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ ആയിട്ട് കൂടെ നിൽക്കുന്ന ഒരുത്തനെയും നമ്പരുത് എന്ന് പറയുന്ന അതേ കാര്യം തന്നെയാണ് ഈ സിനിമയിൽ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ ഉള്ളിൽ എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് പോലും എനിക്ക് സംശയം തോന്നിപ്പോയി. പിന്നെ കാറ് മറിയുന്ന കുറച്ച് സീനുകളൊക്കെ ഉണ്ട്, അതുപോലെ നേപ്പാളിലേക്ക് പോകുന്ന അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ വിഷ്വൽസ്
കുറച്ച് ഫേക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും നേപ്പാളിൽ നിന്ന് മാർഷൽ ആർട്സ് പഠിച്ചിട്ടുള്ള സന്യാസിമാരാരും മലയിറങ്ങി ഇങ്ങ് വരാത്തതുകൊണ്ട് മാത്രമാണ് ഇവിടുത്തെ ഗാങ്സ്റ്റേഴ്സ് നിലനിന്ന് പോരുന്നത് എന്ന് പറയുന്ന ഒരു വലിയ സന്ദേശം ഭാരതത്തിന് സമർപ്പിച്ച മണിരത്നത്തിനും കമലഹാസനും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് തന്നെ ഇത് വിലയിരുത്തേണ്ടതാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതൊരു ഗംഭീര സിനിമയായി ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയുടെ ക്ലാസിക് ഒരു ഏഡായിട്ട് ഈ സിനിമ ചിലപ്പോൾ അനുഭവപ്പെട്ടേക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.